നമസ്കാരം, ലൈം ലൈറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പൈപ്പ് പൂട്ടുമെന്ന് ജല അതോറിറ്റി, മാളയിൽ വീണ്ടും കുടിവെള്ളം മുടങ്ങും. ചെടിച്ചട്ടികൾക്ക് കമ്മീഷൻ വാങ്ങിയ സംസ്ഥാന കളിമൺ പാത്ര നിർമ്മാണ വിപണന വികസന കോർപ്പറേഷൻ ചെയർമാൻ വിജിലൻസിന്റെ പിടിയിൽ. പാൽ തൊണ്ടയിൽ കുടുങ്ങി 3 മാസം പ്രായമുള്ള പെൺകുഞ്ഞ് മരിച്ചു. വിശദമായ വാർത്തയിലേക്ക്. പൈപ്പ് പൂട്ടുമെന്ന് ജല അതോറിറ്റി, മാളയിൽ വീണ്ടും കുടിവെള്ളം മുടങ്ങും. പണം അടയ്ക്കാത്തതിനാൽ മാള പഞ്ചായത്തിലേക്കുള്ള കുടിവെള്ള വിതരണം വീണ്ടും നിർത്തുമെന്ന് ജല അതോറിറ്റിയുടെ നോട്ടീസ്. ഓഗസ്റ്റ് മാസത്തെ ബിൽ തുകയുടെ 50% അടച്ചില്ലെങ്കിൽ ഒക്ടോബർ 1 മുതൽ കുടിവെള്ള വിതരണം നിർത്തുമെന്ന് കാണിച്ച് സെപ്റ്റംബർ 25-ന് മാള പഞ്ചായത്തിന് ജല അതോറിറ്റി മാള സബ് ഡിവിഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നോട്ടീസ് നൽകിയിരുന്നു. ഓഗസ്റ്റ് മാസത്തെ ആകെയുള്ള 13,99,205 രൂപയുടെ ബില്ലിന്റെ 50%-മായ 6,99,608 രൂപ അടയ്ക്കേണ്ടിടത്ത് ഇതുവരെ അടച്ചത് ഇതിൽ 2.5 ലക്ഷം രൂപ മാത്രമാണ്. ജൂലൈ മാസത്തെ കുടിശ്ശികയുടെ പേരിൽ 2 തവണയാണ് കുടിവെള്ള വിതരണം നിർത്തിവച്ചത്. തുടർന്നാണ് കുടിശ്ശിക അടച്ചു തീർത്തത്. അതിനിടയിൽ ഓഗസ്റ്റ് മാസത്തെ ബില്ലും നൽകിയിരുന്നു. മാള പഞ്ചായത്ത് ജല അതോറിറ്റിക്ക് നൽകാനുള്ള കുടിവെള്ളത്തിന്റെ നിരക്ക് കുടിശ്ശിക ഇതുവരെ 8.5 കോടി രൂപയാണ്. ജല അതോറിറ്റിയിൽ നിന്നും വാങ്ങി ജലനിധി പദ്ധതിയിലൂടെ കുടിവെള്ളം വിതരണം ചെയ്യുന്ന വെള്ളാങ്കല്ലൂർ, പുത്തൻചിറ, മാള, പൊയ്യ, കുഴൂർ, അന്നമനട പഞ്ചായത്തുകളിൽ മാളയിലെ ഓഗസ്റ്റ് മാസത്തിലെ കുടിശ്ശികയുടെ പേരിലാണ് പൈപ്പ് പൂട്ടുന്നത്. ഇനിയുള്ള 2 ദിവസം അവധിയായതിനാൽ പണം അടയ്ക്കാനുള്ള സാധ്യതയില്ലെന്നാണ് സൂചന. അതത് മാസങ്ങളിലെ മീറ്റർ നിരക്കിൽ പകുതി അടയ്ക്കണമെന്നാണ് 2024 മെയ് മാസത്തിൽ ജോയിന്റ് മാനേജിംഗ് ഡയറക്ടറും പഞ്ചായത്തുകളും തമ്മിൽ ധാരണയുണ്ടാക്കിയിരുന്നത്. ഉപഭോക്താക്കളിൽ നിന്ന് കുടിവെള്ള നിരക്ക് കൃത്യമായി ലഭിക്കാത്തതാണ് കുടിശ്ശിക ഉയരാൻ ഇടയാക്കിയിട്ടുള്ളതെന്നും അവധി കഴിഞ്ഞാൽ പണം അടയ്ക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും മാള പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു പറഞ്ഞു. പാൽ തൊണ്ടയിൽ കുടുങ്ങി 3 മാസം പ്രായമുള്ള പെൺകുഞ്ഞ് മരിച്ചു. 3 മാസം പ്രായമുള്ള പെൺകുഞ്ഞ് മരിച്ചു. കുന്നംകുളം താഴ്വാരത്താണ് സംഭവം. അഭിഷേക്, അഞ്ജലി ദമ്പതികളുടെ 90 ദിവസം പ്രായമുള്ള പെൺകുഞ്ഞാണ് മരണപ്പെട്ടത്. പാൽ തൊണ്ടയിൽ കുരുങ്ങിയാണ് മരണപ്പെട്ടതെന്ന് നിഗമനം. ഇന്നലെ രാത്രി അമ്മ കുഞ്ഞിനെ അടുത്തു കിടത്തി പാല് കൊടുത്തിരുന്നു. അതിനുശേഷം ഉറങ്ങിപ്പോയി. രാവിലെ എഴുന്നേറ്റപ്പോൾ കുഞ്ഞിന് അനക്കമുണ്ടായില്ല. തുടർന്ന് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. ചെടിച്ചട്ടികൾക്ക് കമ്മീഷൻ വാങ്ങിയ സംസ്ഥാന കളിമൺ പാത്ര നിർമ്മാണ വിപണന വികസന കോർപ്പറേഷൻ ചെയർമാൻ വിജിലൻസിന്റെ പിടിയിൽ. തൃശൂർ വില്ലടം സ്വദേശി കുട്ടമണി KN ആണ് അറസ്റ്റിലായത്. വളാഞ്ചേരി കൃഷിഭവന് കീഴിൽ വിതരണം ചെയ്യാനായി ഓർഡർ ചെയ്ത 5372 ചെടിച്ചട്ടികളിൽ ഒരു ചെടിച്ചട്ടിക്ക് 3 രൂപ വീതം നിർമ്മാണ യൂണിറ്റ് ഉടമയോട് കമ്മീഷൻ ആവശ്യപ്പെടുകയായിരുന്നു. തൃശൂർ ചിറ്റിശ്ശേരിയിലെ കളിമൺ പാത്ര നിർമ്മാണ യൂണിറ്റ് ഉടമയോടാണ് കമ്മീഷൻ ആവശ്യപ്പെട്ടത്. ഉടമ ഈ വിവരം വിജിലൻസിനെ അറിയിക്കുകയായിരുന്നു. കമ്മീഷന്റെ ആദ്യ ഗഡുവായ 10,000 രൂപ തൃശൂർ വടക്കേ സ്റ്റാൻഡിലെ ഇന്ത്യൻ കോഫി ഹൌസിൽ വെച്ച് കൈപ്പറ്റുന്നതിനിടെയാണ് ഇയാൾ പിടിയിലായത്. അറസ്റ്റ് വിജിലൻസ് രേഖപ്പെടുത്തി. കരിന്തലക്കൂട്ടം പോപ്പുലർ അവാർഡുകൾ പ്രഖ്യാപിച്ചു. CR രാജഗോപാൽ പുരസ്കാരം CJ കുട്ടപ്പന്. വടമ കരിന്തലക്കൂട്ടം നാട്ടറിവ് പഠന കേന്ദ്രത്തിന്റെ 30ാം വാർഷികത്തിന്റെ ഭാഗമായുള്ള ഫോക്ലോർ അവാർഡുകൾ പ്രഖ്യാപിച്ചു. ഡോക്ടർ CR രാജഗോപാലൻ അവാർഡിന് പ്രമുഖ നാടൻപാട്ട് കലാകാരനും ഫോക്ലോർ അക്കാദമി മുൻ ചെയർമാനുമായ CJ കുട്ടപ്പൻ അർഹനായി. 30,030 രൂപയും പ്രശസ്തി പത്രവും ഫലകവുമാണ് പുരസ്കാരം. 5,001 രൂപ വീതവും പ്രശസ്തി പത്രവും ഫലകവും ഉൾക്കൊള്ളുന്ന കണ്ണമുത്തൻ പുരസ്കാരം നാടൻപാട്ട് ഗവേഷകൻ പുന്നപ്ര ജ്യോതികുമാർ, പുത്തിരി അവാർഡ് പ്രശസ്ത ഗായികയും സംഗീത നാടക അക്കാദമി വൈസ് ചെയർപേഴ്സണുമായ PR പുഷ്പവതി, KC കണ്ണൻ അവാർഡ് നാടക പ്രവർത്തകൻ ബാലു കണ്ടോത്ത്, PK പരമേശ്വരൻ അവാർഡ് മൃദംഗ കലാകാരൻ സുജൻ പൂപ്പത്തി എന്നിവർക്ക് നൽകും. NREG വർക്കേഴ്സ് ഫെഡറേഷൻ AITUC നേതൃത്വത്തിൽ നടക്കുന്ന തൃശൂർ ജില്ലാ വാഹന പ്രചരണ ജാഥയ്ക്ക് മാളയിൽ സ്വീകരണം നൽകി. തൊഴിലുറപ്പ് പദ്ധതി സംരക്ഷിക്കുക, ദിവസക്കൂലി 700 രൂപയായി വർദ്ധിപ്പിക്കുക, കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾ പിൻവലിക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തി NREG വർക്കേഴ്സ് ഫെഡറേഷൻ AITUC നേതൃത്വത്തിൽ നടക്കുന്ന തൃശൂർ ജില്ലാ വാഹന പ്രചരണ ജാഥയ്ക്ക് മാളയിൽ സ്വീകരണം നൽകി. ജാഥ ക്യാപ്റ്റൻ ഉല്ലാസ് കണ്ണോളി, ഡയറക്ടർ PK കൃഷ്ണൻ, ജാഥ അംഗം CA ശിവൻ എന്നിവർ സംസാരിച്ചു. CPI സംസ്ഥാന കമ്മിറ്റി അംഗം KV വസന്തകുമാർ, CPI മാള മണ്ഡലം സെക്രട്ടറി MR അപ്പുക്കുട്ടൻ,
AITUC മാള മണ്ഡലം സെക്രട്ടറി KV സുജിത് ലാൽ, VM വത്സൻ, വിശംബരൻ PK, ലളിത ചന്ദ്രശേഖരൻ, MK ബാബു, VS ഗോപാലകൃഷ്ണൻ, AK ബിനീഷ്, UV വാസുദേവൻ, അലി PK, PF ജോൺസൺ, സന്തോഷ് P, രമ്യ ശ്രീജേഷ് തുടങ്ങിയവർ സ്വീകരണത്തിന് നേതൃത്വം നൽകി. കുഴൂർ ഗ്രാമപഞ്ചായത്ത് 2025-26 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വയോജനങ്ങൾക്ക് കട്ടിൽ വിതരണം ചെയ്തു. കുഴൂർ ഗ്രാമപഞ്ചായത്ത് 2025-26 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വയോജനങ്ങൾക്ക് കട്ടിൽ വിതരണം വൈസ് പ്രസിഡന്റ് രജനി മനോജിന്റെ അധ്യക്ഷതയിൽ ചേർന്ന പരിപാടി പ്രസിഡന്റ് സാജൻ കൊടിയൻ ഉദ്ഘാടനം ചെയ്തു. സ്ഥിരം സമിതി അധ്യക്ഷരായ സണ്ണി കൂട്ടാല, വിജി വിൽസൺ, PS സന്തോഷ് കുമാർ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സേതുമോൻ ചിറ്റേത്ത്, ബിനോയ് പൌലോസ്, നന്ദിത വിനോദ്, സുധാ ദേവദാസ്, പ്രിയ ലിയോ, ICDS സൂപ്പർവൈസർ സവിത ശശി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. 158 കട്ടിലുകൾ വിതരണം നടത്തി. ജില്ലാ പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തും സഹകരിച്ചാണ് പദ്ധതി നടപ്പിലാക്കിയത്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മാള യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ വയോജന ദിനം ആചരിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് AS പുരുഷോത്തമൻ അധ്യക്ഷത വഹിച്ചു. മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു യോഗം ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന കമ്മിറ്റി മെമ്പർ ജോയ് മണ്ഡകത്ത് നിർധനർക്കുള്ള ചികിത്സാ ധനസഹായം വിതരണം ചെയ്തു. മാള കാർമൽ കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ ജിലു മാത്യു വയോജന ദിന സന്ദേശം നൽകി. മാടക്കത്തറ ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറി ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ KR സിനി വാർദ്ധക്യകാല ആരോഗ്യ പരിപാലനത്തെക്കുറിച്ച് ക്ലാസ് എടുത്തു. സെക്രട്ടറി S സോമസുന്ദരം, ട്രഷറർ KO ഡേവിസ്, ജോൺസൺ കണ്ണമ്പുഴ, NK പ്രേമവാസൻ, NL ജേക്കബ് എന്നിവർ പ്രസംഗിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പൈപ്പ് പൂട്ടുമെന്ന് ജല അതോറിറ്റി. മാളയിൽ വീണ്ടും കുടിവെള്ളം മുടങ്ങും. ചെടിച്ചട്ടികൾക്ക് കമ്മീഷൻ വാങ്ങിയ സംസ്ഥാന കളിമൺ പാത്ര നിർമ്മാണ വിപണന വികസന കോർപ്പറേഷൻ ചെയർമാൻ വിജിലൻസിന്റെ പിടിയിൽ. പാൽ തൊണ്ടയിൽ കുടുങ്ങി 3 മാസം പ്രായമുള്ള പെൺകുഞ്ഞ് മരിച്ചു. ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നിങ്ങളുടെ വാർത്തകൾ ഞങ്ങളെ അറിയിക്കുവാനായി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. നന്ദി, നമസ്കാരം.